ആക്രമണത്തിൻ്റെ 19-ാം ദിവസമായ ഇന്ന് മാർച്ച് 18 ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി ലോകം സ്വീകരിച്ചിരിക്കുന്നത് ഇറാൻ്റെ പാചകവാതക ശേഖരവുമായി ബന്ധപ്പെട്ടതിൽ 70% ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇക്കരക്കര എന്ന് പറയാവുന്ന അറേബ്യൻ ഗൾഫ് കഴിഞ്ഞിട്ടുള്ള UAE അടക്കമുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, ഇതിനിടയിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമാണ് സൗത്ത് ഫാഡ്സ്. ഖത്തറും ഇറാനും ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ എണ്ണ ശേഖരം കത്തിപ്പോയി, അവിടേക്ക് ആക്രമണം നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഖത്തർ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തികച്ചും നിരുത്തരവാദപരമായ പെരുമാറ്റമായി പോയി ഇങ്ങനെയുള്ള എണ്ണ ശേഖരം നശിപ്പിച്ചത് എന്ന അർത്ഥത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇതുവരെ ഇതിന് പ്രതികരണമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, ഇറാൻ പറഞ്ഞിരിക്കുന്നു എണ്ണി പറഞ്ഞ ചില എണ്ണ ശേഖരങ്ങൾ, പ്രത്യേകിച്ച് ഓയിലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഗൾഫ് മേഖലയിലെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിന് ചില പേരുകൾ, ഞങ്ങൾക്കറിയാവുന്ന ചില പേരുകൾ കിട്ടിയിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന ചില പേരുകൾ AFPയും റോയിട്ടേഴ്സും ഒക്കെ പറഞ്ഞിരിക്കുന്ന പേരുകളോട് പരാമർശിക്കാം. സംറഫിലെയും ജുബൈലിലെയും മസൈദിലെയും പാചകവാതക കേന്ദ്രങ്ങൾ, അൽ ഹുസനിലെയും റസ്ലഫാനിലെയും പാചകവാതക പാടങ്ങൾ, ഇവയിലൊക്കെ ആക്രമണം ശക്തമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് UAE അതിൻ്റെ അതിൻ്റെ ജാഗ്രത ശക്തിപ്പെടുത്തുന്ന തീരുമാനമെടുത്തിരിക്കുന്നു എന്ന അറിയിപ്പും വരികയാണ്. ഇറാനിൽ നിന്ന് പരമ്പരാഗതമായി ഇറാഖിന് പാചകവാതകം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം ഈ സംഭവം നടന്ന സമയം മുതൽ ഇനി ഇറാഖിലേക്ക് പാചകവാതകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്തു എന്ന അറിയിപ്പ് വരികയാണ്. ഇത് പലയിടങ്ങളിലും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഖത്തറിൽ നിന്നോ ഇറാനിൽ നിന്നോ ഇനിയിപ്പോൾ എണ്ണ കിട്ടാത്ത, പ്രത്യേകിച്ച് പാചകവാതകം കിട്ടാത്ത, ഇതൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന പല രാജ്യങ്ങൾക്കും അത് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്ത് വലിയ ദൗർലഭ്യം ഇന്നലെ വരെ കണ്ടതല്ല, ഇനി അതിനപ്പുറമുള്ളൊരു പാചകവാതക ദൗർലഭ്യം വരാൻ പോകുന്നുവെന്ന ഭീതി വന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 100 വർഷമായി അമേരിക്ക പുലർത്തിക്കൊണ്ടിരുന്ന ഒരു ഷിപ്പിംഗ് നിയമമുണ്ട്, അതിൽ അടുത്ത 60 ദിവസത്തേക്ക് അയവ് വരുത്താൻ തീരുമാനിച്ചു എന്ന പ്രഖ്യാപനമാണ് ഒടുവിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് ഈ അമേരിക്കൻ പോർട്ടുകളിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ, പാചകവാതകമാവട്ടെ എണ്ണയാവട്ടെ, കൊണ്ടുപോകുന്നതിനൊക്കെ കപ്പം കൊടുക്കണം, ടാക്സ് കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ നിയന്ത്രണങ്ങളെല്ലാം അടുത്ത 60 ദിവസത്തേക്ക് ഇനി വേണ്ട എന്ന മട്ടിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഫാഡ്സിലെ എണ്ണപ്പാടം നശിപ്പിച്ചു എന്ന് പറയുന്നതോടൊപ്പം അവിടെ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്കിലും അതൊരു ആഗോള മാർക്കറ്റിലെ വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബാരലിന് എണ്ണ ഒരു $75 പോലെ എത്തിയിരുന്നില്ല. അതാണ് പെട്ടെന്ന് ഇരച്ചു കയറി ഇന്നിപ്പോൾ ഈ ആക്രമണം കൂടെ നടന്നു എന്നറിഞ്ഞപ്പോൾ $109 നിൽക്കുന്നത്. എന്തുമാത്രം വർധനവ് വന്നു. അതുപോട്ടെ, ലോകത്തിന് കാശുള്ളവർക്ക് ഇത് വാങ്ങാൻ പറ്റുന്നു. പക്ഷേ സാധനം കിട്ടാനില്ലാത്ത വിധം ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇതൊക്കെ കടന്നു പോകുന്ന വഴിയും കൂടി അടച്ചു വച്ചിരിക്കുമ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി, മറ്റു നാറ്റോ സഖ്യത്തിനോ അമേരിക്കയുമായി ബന്ധപ്പെട്ടവർക്കോ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി മാനസികമായി, സാമൂഹികമായി, സാമ്പത്തികമായി ഒക്കെ ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്ന പരിസ്ഥിതിയിലൂടെയാണ് നമ്മളിതായി ബുധനാഴ്ച രാത്രി കടന്നു പോകുന്നത്. ഇതിനിടയിൽ അമേരിക്ക ഇറാനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അതിശക്തമാക്കി എന്നാണ് അവകാശപ്പെടുന്നത്. 500 പൗണ്ടിൻ്റെ ബോംബുകൾ കൊണ്ടുപോയി ഇറാൻ്റെ മിസൈൽ സൈറ്റുകളിൽ വിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്. മിസൈൽ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല, പ്രധാനപ്പെട്ട പല നേതാക്കളും ഉദ്യോഗസ്ഥരും ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണ വാർത്തയും വരികയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചു, അവിടുത്തെ സുരക്ഷാ മേധാവിയായ അലി ലരിജാനി കൊല്ലപ്പെട്ടവരെന്ന് സ്ഥിരീകരിച്ചു. അതേ തുടർന്ന് പ്രതിരോധ മന്ത്രി അസീസ് നാസർസാദെ കൊല്ലപ്പെട്ടു എന്ന വിവരവും സ്ഥിരീകരണമായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹൃദയഭേദകമാണ്, ഇതൊക്കെ ഭീരുത്വം നിറഞ്ഞ വധമാണ് എന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എക്സിലൂടെ പ്രസിഡന്റ് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണിപ്പോൾ. ഇസ്മായിൽ ഖത്തീബ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇറാൻ്റെ ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലാണ് അറിയിപ്പ് അവസാനം സ്ഥിരീകരിച്ച് വന്നിരിക്കുന്നത്.
അത് ഇന്നലെ രാത്രിയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ നേരത്തെ മരിച്ചതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ 2-3 മരണങ്ങൾ ഇങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വരികയും അങ്ങനെ അതിനെ തുടർന്നുള്ള പ്രതികാരം ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇനി ഇതിലെ ഈ സംഭവവികാസങ്ങൾ നിൽക്കവേ തന്നെ ചില സത്യങ്ങൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നതാ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയുടെ പേര് തുൾസി ഗബാർഡ് എന്നാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇറാനിയൻ ഭരണകൂടത്തിൽ ഒരുപാട് നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇറാൻ അത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന രീതി അങ്ങനെ തന്നെ പോവുകയാണ് എന്നാണ് അവരുടെ ഒരു നിഗമനം. ഇറാൻ ഭരണകൂടം കൊളാപ്സ് ആയിട്ടേ ഇല്ല എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ശക്തി ക്ഷയിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഘടന അത്തരത്തിൽ തന്നെ സജീവമായി മുന്നോട്ട് പോകുന്നു, അത് പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണമെന്നും US ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പരസ്പര ബന്ധമില്ലാത്തതും നമുക്ക് പെട്ടെന്ന് തോന്നാവുന്നൊരു കാര്യം കൂടി ഈ വാർത്തകൾക്കിടയിൽ വിശകലനങ്ങൾക്കിടയിൽ കടന്നു വരികയാണ്. ഇതേ അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ പറയുകയാണ് 2025 ജൂണിൽ, കഴിഞ്ഞ വർഷം ഈ ജൂണിൽ അമേരിക്ക നടത്തിയ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്ന ആക്രമണം, അതിൽ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, തകർന്നു പോയി എന്ന വാർത്ത പുറത്തു വന്നതാണ്. അതിനുശേഷം അതേ കേന്ദ്രങ്ങളിൽ ഒരു റീബിൽഡിംഗ് അതിനുവേണ്ടി ഇറാൻ ശ്രമിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല എന്ന കാര്യം മനസ്സിലാക്കണമെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ പറയുകയാണ്. ഇതിനിടയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേധാവി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി അമേരിക്കയിലെത്തുകയും നമ്മളൊക്കെ വിചാരിക്കും ആരെങ്കിലുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടും, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും. പക്ഷേ റഫേൽ ഗ്രോസി പറയുന്നത് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചാ സാധ്യത കാണുന്നതേയില്ല എന്നാണ്. അവർ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നുണ്ടൊരു കാര്യം, ഈ സൈനിക ആക്രമണം ഇങ്ങനെ തുടർന്നാൽ, ആണവോർജ്ജ ഏജൻസി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നൊരു കാര്യം, ഇറാനുമേലുള്ള സൈനിക പ്രഹരം, ഒരു മിലിറ്ററി ശക്തി പ്രയോഗിക്കുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ഈ ആണവ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതേയില്ല എന്നാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എണ്ണവില 75 കിടന്ന് 109 മാറുമ്പോൾ ലോകത്ത് പല ഇരട്ടിയിലേക്ക് ഇത് മാറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ടെന്നുള്ള ഭീതിയിലേക്ക് പോകുമ്പോൾ അമേരിക്ക നാറ്റോയോട് പറയുന്നത് ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാറ്റോ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കണം, അതിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി സജ്ജമാകണം, ഇറാൻ്റെ ഭരണകൂടത്തെ തകർത്തെറിയാനുള്ള മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള നടപടികളാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറാൻ ഭരണകൂടം വീഴുമ്പോൾ നാറ്റോ ഇടപെട്ടുകൊണ്ട് തന്നെ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്ന ഒസ്യത്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്ന വിധത്തിൽ ആക്രമണം ശക്തമാകുന്നു, ഇത്രയും വലിയ ആയിരക്കണക്കിന് പൗണ്ട് ബോംബുകൾ വന്ന് വീഴുന്നു എന്ന് പറയുന്ന കൂട്ടത്തിലും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സ്ഥിരീകരണം, ഇറാൻ്റെ മിസൈലുകൾ ഇപ്പോഴും ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നു. ഇന്ന് വൈകുന്നേരവും മിസൈലുകൾ വന്നു. ബെൻ ഗുറിയൻ എയർപോർട്ടിൽ അതിൻ്റെ അംശങ്ങൾ വന്നു വീണു, കേടുപാടുകൾ പറ്റി. 2 മണിക്കൂർ ഗ്യാപ്പിട്ട് മിസൈലുകളുടെ പട തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ് എന്ന് ഇസ്രയേലിൻ്റെ IDF തന്നെ പറയുകയാണ്. ഗൾഫ് മേഖലയിൽ ഇന്ന് ഏറ്റവും വലിയ ആക്രമണമായി പറയപ്പെടുന്ന ഒന്ന് സെൻട്രൽ റിയാദിൽ കേട്ട ഉഗ്രൻ സ്ഫോടന ശബ്ദമാണ്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തതിൻ്റെ ശബ്ദമാണ് എന്ന് കൂടുതൽ ആളുകളും വിശ്വസിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലെന്ന് പേരുകെട്ട USS ഫോർഡ് ചെങ്കടൽ ഭാഗത്ത് നിർത്തിയിട്ടിരുന്നപ്പോഴാണ് ഇറാൻ ആക്രമണം നടത്തിയതും അതിൻ്റെ ലോണ്ടറി റൂമിൽ തീപിടുത്തമുണ്ടായതും 30 മണിക്കൂർ പരിശ്രമിച്ചിട്ടാണ് ആ തീയോ നനയ്ക്കാൻ പറ്റിയെന്ന് പറഞ്ഞതും എന്നാൽ പ്രവർത്തനക്ഷമമാണ് എന്ന് അമേരിക്ക അവകാശപ്പെട്ടതും. ആ കപ്പലിനെ തിരികെ കൊണ്ടുപോയി റിപ്പയറിന് വേണ്ടി കൊണ്ടുപോവുകയാണെന്നും USS ജോർജ് W. ബുഷ് എന്ന പുതിയ കപ്പലിനെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതായും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തുടക്കം മുതലേ ഒരു പരിഹാരമായിട്ട് അമേരിക്ക UK പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് കൂടുതൽ പടക്കപ്പൽ അയച്ചുകൊണ്ട് അവിടെ ഒന്ന് ശരിയായിട്ട് നോക്കി നിൽക്കണമെന്നാണ്. പക്ഷേ UK അതിന് സമ്മതിക്കാത്തൊരു അന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ UK പറഞ്ഞിരിക്കുന്നത് സഖ്യകക്ഷികളുമായിട്ടും അമേരിക്കയുമായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച തുടരും, പക്ഷേ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അവിടേക്ക് ആളുകൾ അയക്കുകയോ കപ്പൽ വിന്യസിക്കുകയോ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് വിശ്വസിക്കണം എന്ന് പരസ്യമായി UK പറയുന്ന രംഗമാണ് നമ്മൾ കേൾക്കുന്നത്. അവിടുത്തെ വെല്ലുവിളികൾ ചെറുതല്ല, ആ പ്രദേശത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണെന്ന് UK വിശ്വസിക്കുന്നു. ഇറാൻ്റെ ആക്രമണത്തിൽ ഇറാഖിൽ മരിച്ച 6 അമേരിക്കൻ സൈനികർ, അവരുടെ മൃതദേഹങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവരികയും
ഡോവർ എയർബേസിലേക്ക് പ്രസിഡന്റ് ട്രംപ് ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയും ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പും ഇന്ന് രാത്രി എത്തുകയാണ്. നേരത്തെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ച 2 അമേരിക്കൻ സൈനികരുടെ ഇതുപോലത്തെ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. UAEയുടെ അലർട്ട് സംവിധാനം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് ലോകം മുഴുവനും ഇപ്പോൾ അറിയുകയാണ്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൃത്യമായി അലർട്ട് കൊടുക്കുകയും അലർട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുകയും ചെയ്യുന്ന പ്രഖ്യാപനം ആസൂത്രിതമായി, ഔപചാരികമായി, ഔദ്യോഗികമായി ഫലപ്രദമായി കൊണ്ടുപോകുന്ന ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി UAE നിൽക്കുകയാണ്. പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാരെ, ഒപ്പം താമസിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നതിന് ഉദാഹരണമായി UAE മാറുമ്പോൾ, അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അക്കാര്യങ്ങൾ ഔപചാരികമായി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഇന്നിപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള 13 ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കി, ഡ്രോൺ അടക്കമുള്ള 27 സംവിധാനങ്ങളെയും അങ്ങനെ 40 എണ്ണത്തെ നിർവീര്യമാക്കി ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന അറിയിപ്പ് വരികയാണ്. ഇതെല്ലാം കൂടി ഇതുവരെയുള്ള 19 ദിവസത്തെ കണക്ക് നോക്കിയാൽ 2041 എണ്ണത്തെ നിർവീര്യമാക്കി എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ആളുകളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എത്ര പേരാണ് ഞങ്ങളോട് മിസൈലുകൾ പല വിധത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ അവധിക്കൊന്നും നാട്ടിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക? ഇപ്പോൾ നാളെയല്ല പെരുന്നാൾ, വെള്ളിയാഴ്ചയാണ് പെരുന്നാളെന്ന് വ്യക്തമായ സ്ഥിതിക്ക് സ്വാഭാവികമായും റമദാൻ്റെ 30ാമത്തെ ദിവസം ഒരു അവധി കൊടുക്കുന്ന രീതിയുണ്ടല്ലോ. അപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇങ്ങനെ ചേർത്ത് വെച്ച് 4 ദിവസം അവധി കിട്ടുന്ന സാഹചര്യമാകുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യക്കാർക്കൊന്ന് പോകാമായിരുന്നു, കൂട്ടുകുടുംബങ്ങളെ കാണാമായിരുന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് സമാധാനമായി തിരിച്ചു വരാമായിരുന്നു എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകൾ. അപ്പോൾ വിമാനങ്ങളില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും എല്ലാ ദിവസവും അറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഷെഡ്യൂൾഡ് ഫ്ലൈറ്റും നോൺ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റും സ്പെഷ്യൽ ഫ്ലൈറ്റുകളും ഒക്കെ ആയിട്ട് നാളെയും 19-ാം തീയതിയും ഉണ്ട്. 32 ഫ്ലൈറ്റുകൾ അങ്ങനെ നോൺ ഷെഡ്യൂളായിട്ട് പറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മസ്കറ്റിൽ നിന്ന്, ജിദ്ദയിൽ നിന്നൊക്കെ ഫ്ലൈറ്റുകളുണ്ടെന്ന് എയർ ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. UAEയുമായി ബന്ധപ്പെടുത്തിയും എയർ ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നതിൻ്റെ ഷെഡ്യൂളുകൾ അത്യാവശ്യക്കാരായ യാത്രക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇൻഡിഗോ ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്, വൈകുന്നേരം എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പരാതി ഇപ്പോൾ സൗദി അറേബ്യയിൽ ചില സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞതാണ്. തങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് അതിൽ ഇന്ന് യാത്ര പുറപ്പെടുന്നു, പക്ഷേ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോകുന്ന യാത്രക്കാരാര്? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ, ചില അവഗണനകൾ, പ്രയോറിറ്റി മറികടന്നിട്ട് മറ്റാരെങ്കിലും കൊണ്ടുപോവുകയാണോ എന്ന സംശയങ്ങൾ ഇതൊക്കെ ഉണ്ടായി വരികയാണ്. ഇതിന് അതാത് വിമാന കമ്പനികൾ തന്നെ ഉത്തരം കൊടുക്കുകയും അതാത് വിമാന കമ്പനികളുമായി എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ ഉറപ്പുവരുത്തുകയും വേണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ചയായിരിക്കും പെരുന്നാൾ സാധ്യത കൂടുതലെന്നും നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇന്ന് വൈകുന്നേരവും സൂര്യൻ അസ്തമിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ചന്ദ്രൻ മാഞ്ഞുപോയി എന്നാണ്. പിന്നെ രാത്രി കാണാനുള്ള സാധ്യത ഇല്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ റമദാൻ 30 കിട്ടുമെന്ന് നിരീക്ഷകരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. ഏതായാലും ഒമാൻ നാളെ വ്യാഴാഴ്ച വൈകുന്നേരം നിരീക്ഷിക്കും, വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ പെരുന്നാൾ എന്ന കാര്യം അറിയാൻ വേണ്ടി. അപ്പോൾ മൊത്തത്തിൽ ഗൾഫിൽ ഒമാൻ ഒഴികെ വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും പരസ്പരം ആശംസകൾ നേരുകയും സമാധാനത്തിൻ്റെ ദിനരാത്രങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. UAEയിൽ പറഞ്ഞിരിക്കുന്നത് ഈദ് നമസ്കാരം പള്ളികൾക്കുള്ളിൽ മതി, പുറത്ത് നിസ്കരിക്കേണ്ട, പൊതുവെയുള്ള ഈദ്ഗാഹ് രീതി ഉണ്ടാവില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതനുസരിച്ച് നേരത്തെ തന്നെ പള്ളികളിൽ ഹാജരാകണം. സാധാരണ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് പിന്നെ 20 മിനിറ്റിനുള്ളിലാണല്ലോ ഈദ് നമസ്കാരം നടക്കുക. പക്ഷെ അതിന് മുമ്പ് തന്നെ പോയാലേ പള്ളിക്കുള്ളിൽ സ്ഥലം കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ഔക്കാഫ് അടക്കമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങൾ നേരത്തെ പള്ളിയിൽ പോകണം എന്ന കാര്യം പറയുന്നത്. CBSEയുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ അറിയാൻ വേണ്ടി, അവരുടെ മാതാപിതാക്കൾ അറിയാൻ വേണ്ടി ഒരു അറിയിപ്പ് കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ഈ ഗൾഫ് മേഖലയിലെ അവരുടെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുകയൊക്കെ ചെയ്തല്ലോ, അതിൻ്റെ ഒരു അസസ്മെൻറ്റ്, ഒരു സ്പെഷ്യൽ അസസ്മെൻറ്റ് സ്കീം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. 12ാം ക്ലാസ്സിൻ്റെ കാര്യം ഇനി വേറെ പറയുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും എല്ലാ കാര്യത്തിലും പരിഹാരമുണ്ടാകും. എല്ലാ പരീക്ഷകളും പരീക്ഷണങ്ങളും നമ്മൾ വിജയിച്ചു വരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ മേഖലയിലെ ഭരണാധികാരികൾ പൊതുവെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അവർക്കൊന്നും കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സൗകര്യങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഔദ്യോഗികമായ വാർത്തകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഊഹാപോഹങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് നല്ല പ്രഭാതങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara, Sharjah, Harim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Lusud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.